ഹലോ എവ്രി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പം ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ജീവൻ എന്ന സിനിമയിൽ നമുക്ക് മുന്നിലെത്താൻ പോകുന്ന ഒരാളാണ്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് നവോമി. ഞാൻ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ മൂവിയിലേക്ക്, അങ്ങനെയുള്ള പരിചയത്തിൻ്റെ പുറത്താണ് ഈ മൂവിയിലേക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും കാലം മൂവികളുടെ ഒരു ബിഹൈൻഡ് ആയിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. ഇത്രയും കാലം എന്ന് പറയാൻ പറ്റൂല. ഞാനൊരു 2018 ശേഷമാണ് വന്നത് ഡബ്ബിങ്ങിലേക്ക് തന്നെ വന്നത്. അവഞ്ഞ് തുടങ്ങി എൻ്റെ തുടക്ക സമയത്ത് തന്നെ പെട്ടെന്ന് കോവിഡ് വന്നു. വീണ്ടും 2 വർഷത്തേക്ക് ഒരു ബ്രേക്ക് വന്നു. അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നു 2021 കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊരു ഡബ്ബിംഗ് എന്ന് പറഞ്ഞാൽ, വളരെ ശിശുവാണ് ഡബ്ബിങ്ങിന്റെ ഫീൽഡിൽ. ഞാൻ വളരെ ചെറിയ കുട്ടിയാണ്, കുഞ്ഞു കുട്ടിയാണ്. ഏത് ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഡബ് ചെയ്തത്? ഞാൻ മറ്റേ ശ്വേതാ മാമിന് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജോളി ചെറിയത്ത് എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്, പുള്ളിക്കാരത്തിക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേ ചാർമിളയില്ലേ, ചാർമിള, പഴയ ചാർമിള ഇപ്പൊ വീണ്ടും വന്നിട്ടുണ്ടല്ലോ, അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അവരൊക്കെയാണ് മെയിൻ ആയിട്ട്. പിന്നെ നമുക്ക് അധികം കിട്ടുന്നത് ചെറിയ ചെറിയ ക്യാരക്ടേഴ്സാണ് നമുക്ക് കിട്ടുന്നത്. എല്ലാവരും സ്വന്തം വോയിസ് ആണല്ലോ. അപ്പം മൂവിയിൽ ചെയ്യുന്നവർ, അഭിനയിക്കുന്നവർ തന്നെയാണ് എല്ലാ ശബ്ദവും കൊടുക്കുന്നത്. നമ്മൾക്കുള്ള അവസരങ്ങൾ വളരെ കുറവാണ്. അപ്പം അങ്ങനെയാണ് അറിയപ്പെടുന്ന ആക്ടേഴ്സിൻ്റെ ഒക്കെ ഇതൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ജീവൻ എന്ന സിനിമയുടെ ക്യാരക്ടറിനെ പറ്റി പറയാമോ? ജീവൻ എന്ന് പറയുന്ന സിനിമയിലെ ക്യാരക്ടർ, ഞാൻ എൻ്റെ ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന സിനു, അതായത് ജീവൻ എന്ന് പറയുന്ന ആളുടെ അമ്മ വേഷമാണ് ചെയ്യുന്നത്. ആദ്യത്തെ റോളല്ലേ? അതെ, ഞാൻ ആദ്യം ഫസ്റ്റ് അമ്മ വേഷം കിട്ടി. അതെ, ചെറിയ ഷോർട്ട് ഫിലിമിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റേജിലൊക്കെ ചെറുതായിട്ടൊക്കെ ആക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ഇതേ ഉള്ളൂ, പരിചയമേ ഉള്ളൂ. ഭയങ്കര ബോൾഡായ ഒരു അമ്മയാണോ, അതൊരു പാവം അമ്മയാണോ? ബോൾഡ്, അങ്ങനെ ഭയങ്കര ബോൾഡ് ആവേണ്ട ആവശ്യമൊന്നും അതിൻ്റെ അകത്തില്ല. ആക്ച്വലി ഇതൊരു നല്ലൊരു അമ്മ, എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു അമ്മയാണ്. ഇപ്പം മരുമോളോടാണേലും സ്വന്തം, അത് റിവ്യൂ കണ്ട ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചത്, നിങ്ങൾ നായകൻ്റെ അമ്മയാണോ നായികയുടെ അമ്മയാണോ എന്ന് ചോദിച്ചത്. വ്യത്യാസം മനസ്സിലാവില്ല. അപ്പം അതുപോലെ രണ്ടുപേരോടും ഒരേ ഇതാണ്. അങ്ങനെ ഒരു ഫാമിലിയാണ്. നല്ലൊരു ട്രെയിലർ കണ്ടപ്പോൾ ഭയങ്കര ഒരു ഇമോഷണൽ ഒരു അവസ്ഥയെക്കൂടെ കൊണ്ടുപോകുന്ന ഒരു ടൈപ്പ് ഒരു കഥയായിട്ട് തോന്നിയത്. അപ്പൊ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഫാമിലി ലവിങ്ങും ഇമോഷണൽ ആ ഒരു ബോണ്ടിങ്ങിൽ ഈ സിനിമയിൽ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ലൈക്ക് ഇപ്പോൾ മാമിന്റെ ക്യാരക്ടറിനാണെങ്കിലും അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇമോഷണൽ ബോണ്ടിങ് നന്നായിട്ടുള്ള ഒരു ഇതാണ് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫാക്ടർ എന്താണ്? സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ എല്ലാം ഇഷ്ടം തന്നെയാണ്. നമുക്കത് സന്തോഷമാണ്. സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയെന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സന്തോഷമാണ്. കാരണം എൻ്റെ ആദ്യത്തെ മൂവിയാണ്, പുതിയ എക്സ്പീരിയൻസ് ആണ്. അപ്പം അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. സിനിമയിലൂടെ ലൈക്ക് ഇപ്പൊ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണല്ലോ, അതല്ലാണ്ട് അഭിനയ രംഗത്തോട്ട് ഇനി ആക്റ്റീവ് ആവണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്. ഇതിപ്പോ വന്ന് നോക്കുന്നുണ്ട്. കിട്ടിയ നല്ല വേഷം കിട്ടിയ അത് തന്നെ. പിന്നെ ലൊക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു? ലൊക്കേഷൻ എന്നെ വിളിക്കുമ്പോൾ എറണാകുളത്ത് തന്നെയായിരുന്നു ലൊക്കേഷൻ. എറണാകുളത്താന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. പക്ഷെ ആദ്യത്തെ ദിവസത്തെ ഷൂട്ട് എറണാകുളത്ത് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞ് പിന്നത്തെ കൊല്ലം. എങ്ങനെ ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന ആ ഒരു ബോണ്ടിങ്? എല്ലാവരും അതെ, നല്ല ഫാമിലി, എല്ലാവരും നല്ല. അത് എല്ലാവരും തന്നെ പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഫസ്റ്റ് മൂവി ആയതുകൊണ്ട് തന്നെ അതിൽ ബാക്കിയുള്ള പിന്നണി പ്രവർത്തിക്കുന്നവരുണ്ടല്ലോ, അതിൻ്റെ ക്യാമറ അങ്ങനെ ഉള്ളവരൊക്കെ, സ്ക്രിപ്റ്റ് അല്ല എഡിറ്റിങ് അങ്ങനെയൊക്കെ ചെയ്യുന്നവരൊക്കെ എന്നോട് പറഞ്ഞു, ചേച്ചിയുടെ ഫസ്റ്റ് ഫിലിം ആയതുകൊണ്ടാണ് ആക്ച്വലി മൂവി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല, ഇത്രയും ബോണ്ടിങ് ഒന്നും ഒരിടത്തും ഇല്ല, ഇതാണ് സിനിമ എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഇറങ്ങരുത് എന്നൊക്കെ എന്നോട്. അങ്ങനെ അത്രയ്ക്ക് ബോണ്ടിങ് ആയിരുന്നു. എല്ലാവരും തമ്മിൽ ഭയങ്കര ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി പോലെ തന്നെയായിരുന്നു.